നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്ത. കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടങ്ങൾ. പാലങ്ങൾ വെള്ളത്തിനടിയിൽ, പുഴകളും തോടുകളും കരകവിഞ്ഞു. കുഴികൾ കിടങ്ങുകളായി. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ഗതാഗതം ദുഷ്കരം. വൈദ്യുതി മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് ASP രാജേഷ് കുമാർ. അശ്രദ്ധ മൂലമുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടി ഉണ്ടാവണമെന്നും രാജേഷ് കുമാർ. ഗായത്രി പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കാവശ്ശേരി കഴനി കിഴക്കേപ്പാടം ശിവരാമൻ ബിന്ദു ദമ്പതികളുടെ മകൻ പ്രണവിന്റെ മൃതദേഹമാണ് പട്ടാമ്പി ഭാഗത്ത് വെച്ച് ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത്. വടക്കഞ്ചേരി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. കൊല്ലം വടക്കേവിള നജ്മുദ്ദീൻ ആണ് പിടിയിലായത്. പ്രതി 50ഓളം മോഷണക്കേസിൽ പെട്ട അന്തർ ജില്ലാ മോഷ്ടാവ്. വാർത്തകൾ വിശദമായി. കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടങ്ങൾ. പാലങ്ങൾ വെള്ളത്തിനടിയിൽ, പുഴകളും തോടുകളും കരകവിഞ്ഞു. 2 ദിവസമായി വ്യാപക മഴയാണ് ജില്ലയിൽ പെയ്യുന്നത്. ബുധനാഴ്ചത്തെ അപേക്ഷിച്ച് വ്യാഴാഴ്ച മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല. കനത്ത മഴയെ തുടർന്ന് പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി. വിവിധ പാലങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. വടക്കഞ്ചേരി പാളയം, കൊഴുക്കുള്ളി, കരിപ്പാലി, വണ്ടാഴി പാളയം തുടങ്ങിയ പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമീപത്തെ സ്കൂളുകൾക്ക് അവധിയും നൽകിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകളും പരമാവധി തുറന്നിട്ടുണ്ട്. കുഴികൾ കിടങ്ങുകളായി. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ഗതാഗതം ദുഷ്കരം. ഭീമാകാരമായ കുഴികളും വെള്ളക്കെട്ടും മൂലം മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. മംഗലം പാലത്തിനടുത്ത ഹീറോ ഷോറൂമിന് മുൻപിൽ കുഴികളുടെ രൂപം മാറി വലിയ കിടങ്ങുകളായി. ഇവിടെ അപകട പരമ്പര ഉണ്ടാകുന്നതിനെ തുടർന്ന് നാട്ടുകാർ കുഴികളിൽ വാഴകളും മറ്റും മരങ്ങളും നട്ട് മുന്നറിയിപ്പ് സൂചനകൾ നൽകുന്നുണ്ട്. വള്ളിയോടും മുടപ്പല്ലൂരും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വെള്ളം കയറിയ മുടപ്പല്ലൂർ ടൗണിലെ പല കടകൾക്കും കഴിഞ്ഞ ദിവസം തുറക്കാനായില്ല. സംസ്ഥാനപാത ആരംഭിക്കുന്ന ആമക്കുളം ബൈപ്പാസ് ഭാഗത്തു നിന്നും നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന പാതയ്ക്ക് നവീകരണ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധിച്ചതോടെ കോറി വേസ്റ്റ് കൊണ്ടിട്ട് താൽക്കാലിക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇതിനും ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈപ്പാസ് ജംഗ്ഷനിൽ 3 ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഇടതടവില്ലാതെ വരുന്നത് ഏറെ അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്രവാഹന യാത്രയിലാണ് ഇവിടെ ആശങ്ക ഉണ്ടാക്കുന്നതും. ഏതു വാഹനം എവിടേക്ക് തിരിക്കും എന്ന് അറിയാത്ത രീതിയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മിക്ക ദിവസങ്ങളിലും വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. മംഗലം ഹീറോ ഷോറൂമിന് മുൻപിലെ അവസ്ഥയും വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ ഇവിടത്തെ കിടങ്ങിൽപ്പെട്ട് അപകടമുണ്ടായതും കൈക്ക് പരിക്കേറ്റതും സമീപത്തെ ഇരുചക്രവാഹന ഷോറൂമിലെ ജോമോനും പറഞ്ഞു. ഒരു ബൈക്കുകാരൻ വന്നിട്ട് അവിടെ വീണിട്ട് ഇവിടെ കൈ ഒടിഞ്ഞു. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അതേപോലെ കഴിഞ്ഞ എല്ലാ ദിവസവും ഒരാളെങ്കിലും വീഴുണ്ട്. ഏകദേശം ഒരു 10-15 ആക്സിഡൻറ്റോടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ ഒരു മുട്ട വണ്ടി അവിടെ മറിഞ്ഞിട്ട് മുട്ട കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 മാസമായുള്ളൂ റോഡ് പണി നടന്നിട്ട്. അതിനുശേഷം ഇത്ര പെട്ടെന്ന് റോഡ് നശിച്ചു പോകാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വൈദ്യുത മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് ASP രാജേഷ് കുമാർ. വൈദ്യുത സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അശ്രദ്ധ മൂലമുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടി ഉണ്ടാവണമെന്നും ASP പറഞ്ഞു. KSEB, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത്. ഗായത്രി പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കാവശ്ശേരി കഴനി കിഴക്കേപ്പാടം ശിവരാമൻ ബിജു ദമ്പതികളുടെ മകൻ പ്രണവിന്റെ മൃതദേഹമാണ് പട്ടാമ്പി ഭാഗത്ത് ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ആലത്തൂർ ശ്രീനാരായണ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രണവ്. ചൊവ്വാഴ്ച വൈകിട്ട് സുഹൃത്തുക്കളോടൊപ്പം തരൂർ തോണിപ്പാടം കരിങ്കുളങ്ങര തടയണയുടെ ഭാഗത്ത് വെച്ച് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട മറ്റൊരു സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രണവ് ഒഴുക്കിൽപ്പെട്ടതെന്ന് പറയുന്നു. തുടർന്ന് 2 ദിവസമായി NDRFും സംഘവും ഫയർഫോഴ്സും ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഗായത്രി പുഴ ചേരുന്ന ഭാരതപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടത്. ശക്തമായ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയതാവാനാണ് സാധ്യത. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. കാർത്തികയാണ് പ്രണവിന്റെ സഹോദരി. വടക്കഞ്ചേരി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കവർച്ച നടത്തിയ ആൾ പിടിയിൽ. പ്രൊഫസർ എന്ന വിളിപ്പേരുള്ള കൊല്ലം വടക്കേവിള നജ്മുദ്ദീനാണ് പിടിയിലായത്. ഇയാൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 50ഓളം മോഷണക്കേസിലെ പ്രതിയാണ്.
പ്രൊഫസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 50ഓളം മോഷണ കേസുണ്ട്. കഴിഞ്ഞ ജൂൺ 15-ന് അർദ്ധരാത്രിയാണ് വടക്കഞ്ചേരി പട്ടണത്തിൽ സമീപമുള്ള വിനായക സ്ട്രീറ്റിലെ ഉഷാദേവിയുടെ വീട്ടിൽ ഇയാൾ മോഷണം നടത്തിയത്. ഇവിടെ നിന്നും ചില്ലറകളായി സ്വരൂപിച്ചു വെച്ച കുറച്ച് പണവും 2 ആഡംബര വാച്ചുകളുമാണ് നഷ്ടപ്പെട്ടത്. വീട് പൂട്ടി ക്ഷേത്ര ദർശനത്തിന് പോയ ഉഷാദേവി തിരിച്ചെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കാണപ്പെട്ടത്. തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും മോഷണം നടത്താൻ നജുമുദ്ദീൻ ശ്രമിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV-യിൽ നിന്നും ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വടക്കഞ്ചേരി പോലീസിന് കോട്ടയത്ത് നിന്നും ഇയാളെ പിടികൂടാനായത്. 1 മാസം മുൻപ് ഒറ്റപ്പാലത്തെ ഒരു വീട്ടിൽ നിന്നും 8.5 പവൻ സ്വർണ്ണാഭരണം കവർന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് നിഗമനം. കൊല്ലം ശാസ്താംകോട്ടയിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞ ഇയാൾ കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് പുറത്തിറങ്ങിയത്. രാത്രി സമയത്ത് സഞ്ചരിച്ച് പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ നിന്നും മോഷണം നടത്തുകയാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കഞ്ചേരി CI KP ബെന്നി, SI CB മധു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബ്ലസൻ ജോസ്, G ഭവീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ റിനു മോഹൻ, അഭിജിത്ത്, കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മറ്റു വാർത്തകളിലേക്ക്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആലത്തൂർ ലോക്കൽ അസോസിയേഷനും ആലത്തൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി ലഹരി വിരുദ്ധ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. ആയക്കാട് സ്കൂളിൽ നടത്തിയ സെമിനാർ ചിറ്റലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ MN ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. PM നൂർ മുഹമ്മദ് അധ്യക്ഷനായി. ഷീനു വി ദേവ്, PTA പ്രസിഡന്റ് K ഗംഗാധരൻ, പ്രധാനാധ്യാപിക A ബിന്ദു, CC സുഹാസ്, E ഹക്കീം, P ശ്രീലത എന്നിവർ സംസാരിച്ചു. അവസാനം അവരവർക്ക് കാശിലേക്ക് കുഴപ്പമില്ല, ഒരു കരാർ ഒരു പൊതുജനത്തിൽ അത് ഇന്ന സ്ഥലത്തൊരാളുടെ മുടക്കം കൊടുക്കണം. അതായത് ഇവർക്ക് ഇവരുടെ നികുതി വസ്തു വിൽക്കേണ്ട വരുമാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചു. ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അപ്പൊ ഈ പയ്യൻ കുറച്ച് 8ാം ക്ലാസ് പഠിക്കുന്ന വീടുകൾ ദേശീയ പതാകയെ അപമാനിച്ചതിനെ തുടർന്ന് BJP നേതാവിനെതിരെ നഗരസഭാ കൗൺസിൽ യോഗത്തിലും പ്രതിഷേധം. BJP നേതാവ് N ശിവരാജനെതിരെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPIM കോൺഗ്രസ് അംഗങ്ങൾ ദേശീയ പതാക ഉയർത്തിക്കാട്ടി പ്രതിഷേധത്തിൽ പങ്കാളികളായി. പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാതയിൽ ഓക്സിജൻ കയറ്റി വന്ന ടാങ്കർ ലോറിയിൽ ചോർച്ച. ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലാണ് ചോർച്ചയുണ്ടായത്. മെഡിക്കൽ ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ലോറിയിൽ കല്ലടിക്കോട് കരിമ്പയിൽ വെച്ചാണ് ചോർച്ചയുണ്ടായത്. ലോറി റോഡരികിൽ നിർത്തിയിട്ടതിനെ തുടർന്ന് പാലക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി ചോർച്ച പരിഹരിച്ചു. വടക്കഞ്ചേരിയിൽ വീട്ടിലെ അടുക്കളയിൽ നിന്നും വിഷപ്പാമ്പിനെ പിടികൂടി. വടക്കഞ്ചേരി പീടികപ്പറമ്പിലുള്ള രാജേഷ് നാരായണന്റെ വീട്ടിൽ നിന്നുമാണ് കറുത്ത നിറത്തിൽ വെള്ള വരയുള്ള വിഷപ്പാമ്പിനെ പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30-ഓടെ അടുക്കള ഭാഗത്താണ് പാമ്പിനെ കണ്ടത്. ഉടനെ വടക്കഞ്ചേരിയിലുള്ള വാച്ചർ മുഹമ്മദ് അലിയെ വിവരമറിയിക്കുകയും മുഹമ്മദ് അലി എത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. വെള്ളിക്കെട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷമുള്ള പാമ്പാണ് ഇതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു.